കൊണ്ട് ഒക്കുകയാണെങ്കിൽ അത് നടത്തി കൊടുക്കായിരുന്നു എന്ന് പറയും. അല്ലെങ്കിൽ സാമ്പത്തികമായി നമ്മളെ നിലവാരത്തിനനുസരിച്ചാണെങ്കിൽ നടത്തി കൊടുക്കായിരുന്നു, ഇതിപ്പോൾ അതൊന്നും അല്ലല്ലോ എന്ന് പറയും. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഒരിക്കലും പ്രണയത്തിൽ നിന്ന് പിന്മാറൂല. കാരണം ഇവിടുത്തെ പ്രശ്നം ഇപ്പം സാമ്പത്തികം ഇല്ലാത്തതാണ്, അത് എനിക്ക് പ്രശ്നമില്ല എന്ന് കുട്ടി തീരുമാനിക്കും. തറവാടിൻ്റെ പ്രശ്നമല്ല, അത് എനിക്ക് പ്രശ്നമില്ല എന്ന് കുട്ടികൾ തീരുമാനിക്കും. സത്യത്തിൽ പ്രണയ വിവാഹത്തിൻ്റെ പ്രശ്നം അതൊന്നുമല്ല. പ്രണയവിവാഹം ഒരിക്കലും നടത്തി കൊടുക്കരുത്. കാരണം പ്രണയവിവാഹങ്ങൾ 5 കാരണങ്ങളെ കൊണ്ട് പരാജയപ്പെടും. അതുകൊണ്ട് പ്രേമിച്ച കല്യാണം ഒരു കാരണവശാലും നടത്തി കൊടുക്കാൻ നിൽക്കരുത്. 5 കാരണങ്ങളെ കൊണ്ട് അത് പരാജയപ്പെടും. ഒന്നാമത്തെ കാരണം എന്താ നിങ്ങൾ? ഒന്നാമത്തെ കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞ ഡോപ്പമൈൻ എന്ന് പേരായ, അല്ലെങ്കിൽ ഓക്സിറ്റോസിൻ എന്ന് പേരായ, അല്ലെങ്കിൽ സെറിട്ടോണിൻ എന്ന് പേരായ ചില ഹോർമോണുകളാണ് ഇതിൻ്റെ കാരണം. ഈ ഹോർമോണിൻ്റെ കാലാവധി 6 മാസം മുതൽ 1 കൊല്ലം വരെയാണ്. കല്യാണം കഴിഞ്ഞാൽ 1 കൊല്ലത്തിൻ്റെ ഇടയിൽ ഈ ഹോർമോൺ നിർവീര്യമാവുകയും അതിനുശേഷം ന്യൂനതകൾ കണ്ടു തുടങ്ങുകയും ചെയ്യും. നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം. ശരിക്കും കല്യാണത്തിലും തന്നെയാണുള്ളത്. ഒരാൾ ഇപ്പോൾ ഈ ഇരിക്കണയിൽ ഏതെങ്കിലും ഒരാൾ ഒരു പെണ്ണെട്ടിയെന്ന് വിചാരിക്കുക. പെണ്ണെട്ടീൻ്റെ 3-ാമത്തെ ദിവസം പെണ്ണുങ്ങൾ പറഞ്ഞു നമുക്കൊന്ന് ഊട്ടിക്ക് പോകാമായിരുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞ് മുഴുവനാകുന്നതിന് മുമ്പ് മോട്ടോർ സൈക്കിൾ ചാട്ടാക്കിയിട്ട് പറയും കയറിക്കോ ബാക്കിൽ അറിയും കൊണ്ടുപോകും ഊട്ടിക്ക്. 6 മാസം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഊട്ടിക്ക് പോകാമായിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എന്താ കാരണം? ഡോപ്പമൈൻ ഹോർമോൺ നിർവീര്യമായി എന്നതാണ് കാരണം. അപ്പോൾ പിന്നെ കല്യാണത്തിലും അങ്ങനെ തന്നെ അല്ലേ എന്ന് ചോദിക്കാം. കല്യാണത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ കല്യാണത്തിൽ വേറൊരു ഗുണമുണ്ട്. കല്യാണം ജീവിതം ഇങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കി പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ വന്നതായതുകൊണ്ട് പ്രയാസങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധ്യമാവും. പക്ഷേ പ്രണയവിവാഹത്തിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇതാണ് കിട്ടിയാൽ എല്ലാം കിട്ടിയെന്ന് വിചാരിച്ച് വരികയായതുകൊണ്ട് നേരിയ പ്രയാസങ്ങൾ പോലും സഹിക്കാൻ കഴിയാതെ അവസാനം ട്രെയിനിൻ്റെ ഒട്ടുക്ക് തല വെക്കുന്ന തരത്തിലേക്ക് പോകും. ഇതാണ് ഒന്നാമത്തെ കാരണം. ഡോപ്പമൈൻ നിർവീര്യമാകുന്നതിനാൽ പ്രണയവിവാഹം പരാജയപ്പെടും. രണ്ടാമത്തെ കാരണം, ഒരു പെണ്ണിനെ പ്രേമിക്കാൻ പറ്റുന്ന ചെക്കന് കാണുന്ന പെണ്ണുങ്ങളൊക്കെ പ്രേമിക്കും. പ്രേമിക്കൂലെങ്കിൽ ആരും പ്രേമിക്കൂലല്ലോ. കക്കണോ എവിടെ ചെന്നാലും കക്കും. കുടിയൻ എവിടെ ചെന്നാലും കള്ളുഷാപ്പ ആദ്യം കാണാം. ചായ കുടിച്ച് ശീലമുള്ള ആൾക്കാരുണ്ട്. അതുപോലെ എവിടെ ചെന്നാലും ഇതാ ഈ 3-ാമത്തെ വളവിൽ ചെറിയൊരു ചായപ്പീടി ഉണ്ട് എന്നാ പറയാം. നിക്കരിച്ചോ എവിടെ ചെന്നാലും നിസ്കാരപ്പള്ളിയെ കാണാം. കള്ളുടിയാൻ എവിടെ ചെന്നാലും കള്ളുഷാപ്പ കാണാം. പ്രേമം ഒരാളുടെ ഉണ്ടെങ്കിൽ ഒരു പെണ്ണിൽ മാത്രം ഒതുങ്ങൂലാതെ. ഇന്നത്തെ സാഹചര്യം മാറി. നാളെ വേറൊരു ഓഫീസിക്ക് ജോലി മാറിയാൽ അവിടെ ഇതിനേക്കാൾ ചൊറുക്കുള്ള വേറൊരു പെണ്ണുണ്ടെങ്കിൽ അതിനെ പ്രേമിക്കും. കാരണം പ്രേമിക്കുക എന്ന ഗുണം അല്ലെങ്കിൽ ഒരു ദോഷം ഒരാളിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് ഒരു പെണ്ണിൽ മാത്രം ഒതുങ്ങണതല്ല. കുടിയൻ ഒരുത്തോളിന്ന് മാത്രമല്ല കുടിക്കുക, എല്ലായിടത്തും കുടിക്കും. കള്ളൻ ഒരുത്തോളിന്ന് മാത്രമല്ല വെക്കുക, വാപ്പാൻ്റെ പേഴ്സന്ന് വരെ കക്കും. അതുകൊണ്ട് പ്രേമിക്കണമെന്ന് ഒരാളിൽ മാത്രം ഒതുങ്ങൂല. സാഹചര്യം മാറുമ്പോൾ അടുത്തൊരാളെ പ്രേമിക്കും. ഇതാണ് രണ്ടാമത് പരാജയപ്പെടുന്നതിൻ്റെ കാരണം. മൂന്നാമത് പ്രണയവിവാഹം പരാജയപ്പെടുന്നതിൻ്റെ കാരണം വാപ്പാക്കും ഇഷ്ടമുണ്ടാവില്ല എന്നുള്ള തന്നെയാണ്. എങ്ങനെ അനുകൂലമാണെന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ വാപ്പാക്കും മാക്കും അനുകൂലം ഉണ്ടാവില്ല. അത് തന്നെയാണ് മൂന്നാമത്തെ കാരണം. നാലാമത്തെ കാരണം, പ്രേമിച്ച് വിവാഹം കഴിച്ചതിലുള്ള മക്കൾ പരാജയപ്പെടും എന്നതാണ്. പ്രണയവിവാഹത്തിലെ മക്കൾ പരാജയപ്പെടും. നിങ്ങളെ അനുഭവത്തിലുള്ള ഏതെല്ലാം പ്രണയ ജോഡികളുണ്ടോ അവരുടെ ഒക്കെ മക്കളുടെ കണക്കെടുത്ത് പരിശോധിച്ചോളി. ഞാൻ നല്ലോണം പരിശോധിച്ചിട്ടാണ് പറയണേ. പ്രണയവിവാഹമാണ് എന്ന് നിങ്ങൾക്കറിയുന്ന മുഴുവൻ ഫാമിലിയുടെയും മക്കളുടെ കഥെടുത്ത് പരിശോധിച്ചോളി. പ്രണയവിവാഹത്തിലെ മക്കൾ പരാജയപ്പെട്ടിരിക്കും. അവർക്ക് വിജയിക്കാൻ കഴിയില്ല. അഞ്ചാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാ നബത ഫിൽ ഹറാമി ഫഹുവ ഔലാ ബിന്നാർ എന്ന ഹദീസാണ് കാരണം. മാ നബത ഫിൽ ഹറാമി, ഹറാമിൽ തുടങ്ങിയത്, ഫഹുവ ഔലാ ബിന്നാർ, അത് നരകവുമായാണ് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുക. ഹറാമിൽ തുടങ്ങിയത് നരകത്തിൽ അവസാനിക്കൊള്ളുന്ന ഹദീസാണ് അഞ്ചാമത്തത്. അല്ലെങ്കിൽ അതാണ് ശരിക്കും ഒന്നാമത്തെ. അപ്പം ഞാൻ അത് പറയുമ്പോൾ തോന്നും അതിന് ഹറാമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, കല്യാണം കഴിഞ്ഞിട്ടേ ഒക്കെ ഉണ്ടാവുള്ളൂ എന്ന് തീരുമാനിച്ചതാണല്ലോ എന്നൊരു പക്ഷേ തോന്നിയേക്കാം. അത് നമ്മളെ ഹറാം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് മനസ്സിലാക്കിയെടുത്തുള്ള പ്രശ്നം. കാണൽ ഹറാമില്ല, പക്ഷെ നോക്കൽ ഹറാമാണ്. 10 മണിക്ക് ബസ് കാത്തുന്നപ്പോൾ കണ്ടു ബസ് സ്റ്റോപ്പിൽ നിന്ന്, ഒരു കുഴപ്പമില്ല. ചൊവ്വാഴ്ചയും കണ്ടു, ഒരു കുഴപ്പമില്ല. ബുധനാഴ്ച പിന്നെയും കണ്ടു, ഒരു കുഴപ്പമില്ല. വ്യാഴാഴ്ച കാണാൻ വേണ്ടി നിന്നാൽ ഹറാമായി. ഹറാമ് തുടങ്ങിയല്ലാന്ന് എങ്ങനെ പറയണേ? നേത്ര വ്യഭിചാരം അതിൽ നടന്നിട്ടുണ്ട്, സ്പർശന വ്യഭിചാരം നടന്നിട്ടുണ്ട്, സംസാര വ്യഭിചാരം നടന്നിട്ടുണ്ട്, എൻ്റർടൈൻമെൻറ്റ് വ്യഭിചാരം നടന്നിട്ടുണ്ട്. ഇന്നലെ ബാലുശ്ശേരി ഭാഗത്തേക്ക് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു ചായപ്പീടിയിൽ, ഒരു ബേക്കറിയിൽ അസർ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ചായ കുടിക്കാൻ വേണ്ടി കയറി. അപ്പോൾ അവിടെ ഒരു മൂലയിൽ എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റുഡൻസ് കോർണർ. കുട്ടികൾക്ക് 4 മണിക്കൂർ സ്കൂൾ ഇട്ടാൽ
5:30 വരെ ജ്യൂസ് കുടിച്ച് കണ്ട് വർത്താനം പറഞ്ഞിരിക്കാനുള്ള സ്ഥലം എന്ന് ഓനും പെൺകുട്ടികളുണ്ടല്ലോ. ഈ ബേക്കറിക്കാരനും ഇല്ലേ പെൺകുട്ടികൾ, ഓനുണ്ടല്ലോ. ഓൻ്റെ പെൺകുട്ടിയാണ് ഈ വന്നിരുന്നിട്ട് 5:30 വരെ വർത്താനം പറഞ്ഞിരിക്കണമെങ്കിൽ എങ്ങനെ ഉണ്ടാവും? എന്നിട്ട് അത് വിറ്റ് കാശാക്കിയിട്ട് അവനാൻ്റെ മക്കൾക്ക് തിന്നാൻ കൊടുത്തുങ്ങാണ്ട് ഓല് സ്വാലീങ്ങളാവണം എന്ന് പറഞ്ഞാണ്ട് ബദിരീങ്ങളെ ആണ്ട് നിർച്ചേക്ക് 1,100 ഉറുപ്പിക കൊടുത്തിട്ട് എന്താ കാര്യം? ഇതൊക്കെയാണ് നമ്മൾ കാട്ടുന്ന പരിപാടി. നിങ്ങൾ സ്കൂളിൻ്റെയും കോളേജിൻ്റെ അടുത്തൊന്ന് പറഞ്ഞു നോക്കി. ഞാൻ വയത് പറയാനെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഇതൊക്കെ നോക്കലുണ്ട്. വയത് പറയണമെങ്കിലും ആണല്ലോ വിഷയം. യാത്രയിൽ ഇതൊക്കെ നോക്കാറുണ്ട്. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി. ദൂരക്കൊന്നും പോകണ്ട, ഇങ്ങളെ നാട്ടിലെ ദൂരക്ക് പോകണ്ട, ഇങ്ങളെ നാട്ടിലെ നിങ്ങളുടെ സ്വന്തം നാട്ടിലെ +2 വരെയുള്ള സ്കൂളിൻ്റെ മുമ്പിലുള്ള ബേക്കറികളിൽ, ചായക്കടകളിൽ, ഹോട്ടലുകളിൽ സ്കൂൾ വിടുന്ന സമയത്തൊന്ന് പോയി നോക്കിയാൽ ഓരോരുത്തർക്കും തോന്നും, എന്തിനാ ഇപ്പം ഞാൻ എൻ്റെ കുട്ടീനെ എങ്ങനെ പഠിക്കാൻ പറഞ്ഞേക്കണത് എന്ന്. ഞാൻ പഠിക്കണതിനെതിരല്ലോ ഈ പറയണത്. പക്ഷേ വിഷയം ചിന്തിക്കണം. ഇത് എന്നാൽ ഈ രക്ഷിതാക്കൾ പറഞ്ഞാൽ വേറെ കൂട്ടരല്ലല്ലോ, ഈ ഇരിക്കണ നമ്മൾ തന്നെയല്ലേ ഈ രക്ഷിതാക്കൾ പറഞ്ഞ ആൾക്കാർ. രക്ഷിതാക്കളെ ബോധവൽക്കരിക്കണമെന്ന് സ്റ്റേജുമുള്ളവർ വരാം, ഇതൊക്കെ തന്നെ ഈ രക്ഷിതാക്കൾ പറഞ്ഞ ആൾക്കാർ. ഈ സ്റ്റേജുമുള്ളതും ഈ സാഹസിലുള്ളതും ഈ വയതാരണവും ഇതൊക്കെ തന്നെയാണ് ഈ രക്ഷിതാക്കൾ പറഞ്ഞത്. അവനാൻ്റെ കാര്യം അവനെ നോക്കൂടെ? നാട്ടുകാരെ മൊത്തം നോക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവനാൻ്റെ കാര്യം അവനാനൊന്ന് നോക്കൂടെ? നമ്മളെ കുട്ടി എങ്ങനെയാണ്, നമ്മളെങ്ങനെയാണ് പറഞ്ഞേക്കണത്? 4 മണിക്ക് സ്കൂൾ ഇട്ടിട്ട് എത്രക്കാ വീട്ടിലേക്ക് സ്കൂൾ ഇട്ടിട്ട് എത്തിയെന്ന് ആലോചിച്ച് നോക്കൂടെ? 4 മണിക്ക് സ്കൂൾ വിടുന്ന സ്കൂളിൻ്റെയും കോളേജിൻ്റെയും അടുത്ത് കൂടി യാത്ര ചെയ്യുമ്പോൾ 6 മണിക്ക് ഇപ്പം മഗ്‌രിബ് ബാങ്ക് കൊടുക്കും. ആ സമയത്ത് വരെ സ്കൂളിൻ്റെ അടുത്തുള്ള ചായപ്പീടിയിലും ബേക്കറിയിലും ചുറ്റിക്കറങ്ങുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. ഞാൻ കേരളം മൊത്തം യാത്ര ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് പറയാണ്, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്. അതിനും വാപ്പുണ്ടല്ലോ, ആരും പാറൻ്റെ ഉള്ളൊന്നും വന്നതല്ല, ഓൽക്കും ഉമ്മുണ്ട്, ആരും പാറൻ്റെ ഉള്ളൊന്നും വന്നതല്ല. സ്വാലി നബിയുടെ ഒട്ടകം മാത്രമേ പാറൻ്റെ ഉള്ളൊന്നും വന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ പെറ്റുണ്ടാക്കിയത് തന്നെയാണ്. ഉമ്മി വാപ്പിയല്ലേ? എന്താ നോക്കിയാൽ വാപ്പി ഉമ്മി നോക്കിയാൽ മാത്രമേ കുട്ടികൾ നേരാവുള്ളൂ, നാട്ടിൽ നോക്കിയാൽ നേരാവില്ല. അതുകൊണ്ട് കാര്യങ്ങൾ നല്ല ഗൗരവത്തോടു കൂടെ കാണണം. ഞാൻ ഇപ്പം എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ? നമ്മൾ പലപ്പോഴും രക്ഷിതാക്കളുടെ റോൾ അഭിനയിക്കുന്നില്ല. നമ്മളെ കുട്ടികൾ കോളേജിൽ പോകണം, നമ്മളെ കുട്ടികൾ പഠിക്കണം, നമ്മളെ കുട്ടികൾ നന്നാവണമെന്ന് നമുക്ക് എല്ലാവർക്കും അഭിപ്രായം ഉണ്ടല്ലോ. ഈ സദസ്സിലിരുന്ന് ചുയിങ്കം ചവക്കുന്ന ആളുണ്ട്, ഈ സദസ്സിൽ ഇപ്പോൾ ഇരുന്നിട്ട് ചുയിങ്കം ചവക്കുന്ന ആളുണ്ട്. നമ്മളെ അഭിപ്രായം നമ്മളെ കുട്ടികൾ നേരാവണമെന്നാണ്. ഞാൻ ആരും വഷളാക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ, വിഷയത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി പറഞ്ഞതാണ്. രക്ഷിതാക്കൾ എന്ന റോൾ അഭിനയിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ സദസ്സിൽ ഇരുന്നിട്ട് ഇത് റെക്കോർഡ് ചെയ്യണത് എന്തിനാ? നമുക്ക് മനസ്സിലാക്കാനല്ല, വേറെ ആർക്കോ പറഞ്ഞു കൊടുക്കാനാണ് നമ്മൾ വിചാരിക്കണേ. വേറെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ ഓല് വന്നോട്ട്, ഓൽക്ക് ഞാൻ വേറെ പറഞ്ഞു കൊടുക്കുമല്ലോ. ഈ സദസ്സിൽ ഔദ്യോഗിക റെക്കോർഡിങ്ങിനെ കുറിച്ചല്ല ഞാൻ പറയണത്, ഔദ്യോഗിക റെക്കോർഡിങ്ങിനെ കുറിച്ചല്ല. ഈ സദസ്സിൽ ഇരുന്ന് ഫോൺ എടുത്ത് ഇത് റെക്കോർഡ് ചെയ്യണത് ഈ പറഞ്ഞൊന്നും ഇന്നോടല്ല അബ്ദുറഹ്മാനോടാണ് എന്നുള്ള വിചാരത്തിൻ്റെ പുറത്തുനിന്നാണ്. ഇതൊക്കെ പറയേണ്ടത് ഗഫൂറിനോടായിരുന്നു എന്നുള്ള തോന്നലിൽ നിന്നാണ് ഇവിടെ ഇരുന്നത് റെക്കോർഡ് ചെയ്യാൻ തോന്നുന്നത്. ഗഫൂറിനൊന്ന് കേൾപ്പിച്ചു കൊടുക്കണമെന്നാണ്, ഗഫൂറിനോടല്ല, ഈ ഇരിക്കണ കുഞ്ഞായ്മേനോട് തന്നെയാണ് ഈ വർത്തമാനം. കേൾക്കാൻ തയ്യാറുണ്ടെങ്കിൽ നേരാവും. അതുകൊണ്ട് രക്ഷിതാക്കളുടെ ശ്രദ്ധക്കുറവ് തന്നെയാണ് കുട്ടികളെ പ്രശ്നം. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 4ാം ക്ലാസ് സ്കൂളിൽ വന്നിട്ട് അല്ലെങ്കിൽ 4ാം ക്ലാസ് മദ്രസയിൽ വന്നിട്ട് അടുത്തിരിക്കുന്ന കുട്ടിനെ 4 കാലും വാലുള്ള അങ്ങാടി കൂടെ മണ്ടണ സാധനത്തിൻ്റെ പേര് വിളിച്ചാൽ പെരേന്ന് വാപ്പമ്മാനെ വിളിച്ചതാണ്, അല്ലെങ്കിൽ ഇമ്മ വാപ്പാനെ വിളിക്കുന്നത് കേട്ടതാണെന്ന് ഉറപ്പാണ്. വേറെ എവിടുന്ന് കിട്ടിയത്? വേറെ എവിടുന്ന് ഇത് കിട്ടിയത്? മാതാപിതാക്കൾ തന്നെയാണ് കുട്ടികളെ നന്നാക്കുന്നതും കേടുവരുത്തുന്നതും.